നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് പിന്നാലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആരാകുമെന്നതിൽ ചർച്ച തുടരുന്നു. സംസ്ഥാനത്ത് പലയിടത്തും നേതാക്കൾക്കായി ഫ്ലെക്സ് ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടു. എറണാകുളം മൂവാറ്റുപുഴയിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് അഭിവാദ്യവുമായി ഫ്ലെക്സ്. പെരുമ്പാവൂരിൽ കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരെ അനുകൂലിച്ച് വിവിധയിടങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. UDF ജയിച്ചു, കെ.സി. നയിക്കുമെന്ന തലക്കെട്ടോടെയാണ് കെ.സി. വേണുഗോപാൽ അനുകൂല ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. കേരളത്തെ നയിക്കാൻ രമേശ് ചെന്നിത്തല എന്ന തലക്കെട്ടുമായി RC ബ്രിഗേഡിന്റെ പേരിലാണ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. പെരുമ്പാവൂർ നഗരത്തിലെ സുപ്രധാന ജംഗ്ഷനുകളിലും കോൺഗ്രസ് ആസ്ഥാനമായ ഇന്ദിരാഭവന് മുന്നിലുമാണ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കോൺഗ്രസ് കാഴ്ചവെച്ചതിന് പിന്നാലെ ഇപ്പോൾ മുഖ്യമന്ത്രി ആരാകുമെന്നൊരു ചർച്ചയിലാണ് കോൺഗ്രസ് ഒട്ടാകെ. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇപ്പോൾ നേതാക്കൾക്കായി ഫ്ലെക്സ് ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. വോട്ടെണ്ണലിന് മുൻപ് തൊട്ട് തന്നെ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോഴും ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. എറണാകുളം മൂവാറ്റുപുഴയിലാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് അഭിവാദ്യവുമായി ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പെരുമ്പാവൂരിൽ നോക്കുകയാണെങ്കിൽ കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരെ അനുകൂലിച്ചും പലയിടങ്ങളിലും ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. UDF ജയിച്ചു, കെ.സി. നയിക്കുമെന്ന തലക്കെട്ടോടൊക്കെയാണ് കെ.സി. വേണുഗോപാൽ അനുകൂല ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തെ നയിക്കാൻ ഇനി രമേശ് ചെന്നിത്തല എന്ന തലക്കെട്ടുമായി RC ബ്രിഗേഡിന്റെ പേരിലൊക്കെയാണ് ഈ ഒരു ഫ്ലെക്സസ് വന്നിട്ടുള്ളത്. എന്തായാലും പെരുമ്പാവൂർ നഗരത്തിലെ സുപ്രധാന ജംഗ്ഷനുകളിലും കോൺഗ്രസ് ആസ്ഥാനമായി ഇന്ദിരാഭവന് മുന്നിലൊക്കെയാണ് ഇപ്പോൾ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്.